നമസ്കാരം. കേരള വിഷൻ ടൈം ന്യൂസിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. സംസ്ഥാന സർക്കാരിന്റെ 4ാം വാർഷികം ആലപ്പുഴയിൽ സംഘടിപ്പിച്ച എന്റെ കേരളം പ്രദർശന വിപണന മേള സമാപിച്ചു. സമാപന സമ്മേളനം പി ചിത്തരഞ്ജൻ MLA ഉദ്ഘാടനം ചെയ്തു. പിണറായി സർക്കാർ 9 വർഷ കാലയളവിൽ കേരളത്തിലുണ്ടാക്കിയ അതിശയിപ്പിക്കുന്ന മാറ്റങ്ങൾ മേളയിലൂടെ പ്രതിഫലിച്ചെന്ന ചിത്തരഞ്ജൻ MLA. സംസ്ഥാന സർക്കാരിന്റെ 4ാം വാർഷികാഘോഷത്തിന്റെ ഭാഗമായി ആലപ്പുഴ ബീച്ചിൽ സംഘടിപ്പിച്ച എന്റെ കേരളം പ്രദർശന വിപണന മേളയിൽ മികച്ച കവറേജിന് മാധ്യമങ്ങൾക്കുള്ള പുരസ്കാരം വിതരണം ചെയ്തു. ദൃശ്യമാധ്യമ വിഭാഗത്തിൽ കേരള വിഷൻ ടൈം ന്യൂസിന് 3ാം സ്ഥാനം. എന്റെ കേരളം പ്രദർശന വിപണന മേളയിൽ മത്സ്യസമ്പത്ത്, പരിമിതികൾ, ഭീഷണികൾ, സാധ്യതകൾ എന്ന വിഷയത്തിൽ ഫിഷറീസ് വകുപ്പ് സെമിനാർ സംഘടിപ്പിച്ചു. ചേർത്തല കണ്ടമംഗലം രാജരാജേശ്വരി ക്ഷേത്രത്തിലെ കാണിക്ക വഞ്ചികൾ തകർത്ത് പണം മോഷ്ടിച്ച പ്രതികളെ പട്ടണക്കാട് പോലീസ് ക്ഷേത്രത്തിലെത്തിച്ച് തെളിവെടുപ്പ് നടത്തി. വിശദമായ വാർത്തകളിലേക്ക്. 2ാം പിണറായി വിജയൻ സർക്കാരിന്റെ 4ാം വാർഷികാഘോഷങ്ങളുടെ ഭാഗമായി ആലപ്പുഴ ബീച്ചിൽ നടന്നുവന്ന എന്റെ കേരളം പ്രദർശന വിപണന മേള സമാപിച്ചു. സമാപന സമ്മേളനം പി ചിത്തരഞ്ജൻ MLA ഉദ്ഘാടനം ചെയ്തു. ഒരു മാസത്തെ പെൻഷൻ താമസിച്ചു പോയാൽ ഉണ്ടാകുന്ന പ്രതിഷേധം നമുക്ക് മനസ്സിലാവും. പാവപ്പെട്ട മനുഷ്യരാണ്, അവരെ ഒരു വികാരമായി പ്രകടിപ്പിക്കുന്നതാണ്. എന്നാൽ ഈ വന്നിട്ടുള്ള മാറ്റങ്ങൾ, നാട്ടിൽ വന്നിട്ടുള്ള മാറ്റങ്ങൾ, അതിൻ്റെ ഫലമായി ഈ നാട്ടിലെ നമ്മുടെ ജീവിതത്തിൽ തന്നെ വരാൻ പോകുന്ന മാറ്റങ്ങൾ, നാളെയുടെ തലമുറക്കുണ്ടാകാൻ പോകുന്ന മാറ്റങ്ങൾ ചെറുതാണോ? ഇപ്പോൾ നിങ്ങൾ വന്ന് നമ്മൾ ഈ പരിപാടിയൊക്കെ നടക്കുന്ന ഈ ബീച്ചില്ലേ, 2 വർഷക്കാലം ഇതിൻ്റെ ഒന്ന് പണിയൊന്ന് പൂർത്തീകരിച്ച് കഴിയട്ടെ. എത്ര മനോഹരമായ ബീച്ചായി മാറാൻ പോണെന്നറിയാവോ? അതിനുള്ള എല്ലാ പദ്ധതിയും പണവും എല്ലാം തയ്യാറാക്കി വെച്ചുകൊണ്ടാണ് ഗവൺമെൻറ് മുന്നോട്ട് പോകുന്നത്. ഈ NHന്റെ പണി, ബൈപ്പാസിൻ്റെ പണി പൂർത്തീകരിച്ച് കഴിഞ്ഞാൽ അത്ഭുതകരമായ മാറ്റമാണ് വരാൻ പോണത്. ഞങ്ങൾ അഭിമാനത്തോട് പറയുകയാണ്, 2026 ഡിസംബർ മാസമാകുമ്പോൾ ഇതിൻ്റെ പണി മുഴുവൻ തീരുമെന്ന് പറയുന്നില്ല. ഇത് മാർച്ചിൽ തീർക്കാൻ ശ്രമിക്കുകയാണ് NH, അതൊരു ഭാഗത്ത് നടക്കും. പക്ഷേ ഇന്ന് കാണുന്ന ആലപ്പുഴയുടെ മുഖം കൂടുതൽ മനോഹരമാകാൻ പോകുന്ന നിലയിലേക്കുള്ള പ്രവർത്തനങ്ങളിലേക്കാണ് വരുന്ന 1 വർഷക്കാലം നീങ്ങാൻ പോകുന്നത്. ഇവിടുത്തെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളും ഗവൺമെൻറ്റും ജനപ്രതിനിധികളും ഒന്നിച്ചു നിന്നുകൊണ്ട് നടത്താൻ പോകുന്ന ഈ മാറ്റം, ആ മാറ്റത്തിൻ്റെ എല്ലാം ഏറ്റവും വലിയ ഉറവിടമായി മാറുന്നത് ജനങ്ങളുടെ ഭാഗത്തുനിന്ന് കിട്ടുന്ന കലവറയില്ലാത്ത പിന്തുണയും സഹായവുമാണ്. നോക്കിക്കാണാൻ കഴിയുന്ന മാറ്റങ്ങളാണ് ആലപ്പുഴയിൽ ഉണ്ടായതെന്നും സമാന്തര ബൈപ്പാസിൻ്റെ പ്രവൃത്തികൾ പൂർത്തിയാകുന്നതോടെ ബീച്ചിൽ വരാൻ പോകുന്ന മാറ്റം വലുതാകുമെന്നും MLA പറഞ്ഞു. H. സലാം MLA ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു. മറ്റൊരു കാലത്തിനോടും സാമ്യപ്പെടുത്താൻ പറ്റാത്തത്ര വലിയ വികസന മുന്നേറ്റമാണ് കഴിഞ്ഞ കുറച്ച് കാലയളവായി ആലപ്പുഴയിൽ ഉണ്ടാകുന്നതെന്ന് MLA പറഞ്ഞു. നമ്മുടെ ആലപ്പുഴ ജില്ലയിലെ വികസന പ്രവർത്തനങ്ങൾ പരിശോധിക്കപ്പെട്ടാൽ വലിയ ഇൻവെസ്റ്റ്മെൻറ്റ് പലതരത്തിൽ നമ്മുടെ ജില്ലയിലേക്ക് നടത്താൻ കഴിഞ്ഞിട്ടുണ്ട്. സാധാരണ ബഡ്ജറ്റിൻ്റെ ഭാഗമായി ലഭിക്കുന്ന പ്ലാൻ വിഹിതമാണ് പലപ്പോഴും ഒരു നാട്ടിലെ വികസന പ്രവർത്തനങ്ങൾക്കായി വിനിയോഗിക്കാൻ കഴിയുമായിരുന്നത്. എന്നാൽ നമ്മുടെ ഗവൺമെൻറ് പ്രത്യേകമായി നിശ്ചയിച്ചതിൻ്റെ ഭാഗമായി ഓരോ ജില്ലയിലും കേരളത്തിലാകെയും ഒരു വലിയ നിലയിലേക്കുള്ള അടിസ്ഥാന സൗകര്യ വികസനം സൃഷ്ടിക്കണം എന്ന് തീരുമാനിക്കപ്പെട്ടു. ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് KG രാജേശ്വരി, നഗരസഭാ ചെയർപേഴ്സൺ KK ജയമ്മ, ചേർത്തല നഗരസഭാ ചെയർപേഴ്സൺ ഷെർലി ഭാർഗവൻ, ജില്ലാ കളക്ടർ അലക്സ് വർഗീസ്, നഗരസഭാ സ്ഥിരം സമിതി അധ്യക്ഷ KS കവിത, നഗരസഭാ കൗൺസിലർ പ്രഭ ശശികുമാർ, ADM ആശാ C. എബ്രഹാം, ജില്ലാ ഇൻഫർമേഷൻ ഓഫീസർ KS സുമേഷ് തുടങ്ങിയവർ സംസാരിച്ചു. ജില്ലാ വ്യവസായ കേന്ദ്രം മാനേജർ B. സുജാത റിപ്പോർട്ട് അവതരിപ്പിച്ചു. എന്റെ കേരളം പ്രദർശന വിപണന മേളയിൽ മെയ് 12 ഉച്ചവരെ 36,38,675 രൂപയുടെ വിറ്റുവരവ്. 7 ദിവസം മേളയുടെ ഭാഗമായി ഒരുക്കിയ ഫുഡ് കോർട്ടിലൂടെ 11.43 ലക്ഷം രൂപയുടെ വരുമാനമാണ് കുടുംബശ്രീ നേടിയത്. സൗജന്യ സേവനങ്ങൾ ഒരുക്കി വിവിധ സർക്കാർ വകുപ്പുകളും മേളയിലെ സജീവ സാന്നിധ്യമായിരുന്നു. സർക്കാർ വകുപ്പുകൾ ഒരുക്കിയ 153 സ്റ്റാളും 47 കൊമേഴ്സ്യൽ സ്റ്റാളും ഉൾപ്പെടെ 200ഓളം സ്റ്റാളാണ് ഉണ്ടായിരുന്നത്. ഇത്തവണ സർക്കാർ സേവനങ്ങൾക്കും സർക്കാരിൻ്റെ പ്രവർത്തനങ്ങൾ കൂടുതൽ വ്യക്തമാക്കുന്ന തീം സ്റ്റാളുകൾക്കുമാണ് പ്രാമുഖ്യം ഉണ്ടായത്. കുടുംബശ്രീയുടെ 9 സ്റ്റാളിൽ നിന്ന് മാത്രം 5.15 ലക്ഷം രൂപയാണ് വരുമാനം. കൊമേഴ്സ്യൽ സ്റ്റാളുകളിലൂടെ 11,35,991 രൂപയുടെ വരുമാനം നേടാൻ കഴിഞ്ഞു.
വിവിധ സർക്കാർ വകുപ്പുകളുടെ സ്റ്റാളുകളിൽ നിന്നും 8,44,684 രൂപയും വരുമാനമായി ലഭിച്ചു. 7 ദിവസം നീണ്ടുനിന്ന മേളയിലൂടെ നിരവധി ആളുകളാണ് വിവിധ സേവനങ്ങൾ പ്രയോജനപ്പെടുത്തിയത്. മോട്ടോർ വാഹന വകുപ്പിൻ്റെ സ്റ്റാളുകളിൽ മാത്രം 1000-ഓളം അന്വേഷണങ്ങളെത്തി. മേള അവസാനിക്കുമ്പോഴും വലിയ തിരക്കായിരുന്നു സ്റ്റാളുകളിൽ അനുഭവപ്പെട്ടത്. ആലപ്പുഴയും പരിസര പ്രദേശങ്ങളും 7 ദിവസം ഉത്സവ ഛായയിലായിരുന്നു. ടൈം ന്യൂസ്, ആലപ്പുഴ. സംസ്ഥാന സർക്കാരിന്റെ 4ാം വാർഷികാഘോഷങ്ങളുടെ ഭാഗമായി ആലപ്പുഴ ബീച്ചിൽ മെയ് 6 മുതൽ 12 വരെ നടന്ന എൻ്റെ കേരളം പ്രദർശന വിപണന മേളയിൽ മികച്ച കവറേജ് നൽകിയ മാധ്യമങ്ങൾക്കുള്ള പുരസ്കാരങ്ങൾ വിതരണം ചെയ്തു. കേരള വിഷൻ ടൈം ചാനലിന് 3ാം സ്ഥാനം. ചീഫ് എഡിറ്റർ KT മധു, സബ് എഡിറ്റർ ശ്യാം കാങ്കുലി, ചീഫ് ക്യാമറമാൻ ഉന്മേഷ് കോട്ടയം എന്നിവർ ചേർന്ന പുരസ്കാരം ഏറ്റുവാങ്ങി. 2ാം പിണറായി വിജയൻ സർക്കാരിന്റെ 4ാം വാർഷികാഘോഷത്തിന്റെ ഭാഗമായി ആലപ്പുഴ ബീച്ചിൽ സംഘടിപ്പിച്ച എൻ്റെ കേരളം പ്രദർശന വിപണനമേളയിൽ മികച്ച കവറേജിനുള്ള മാധ്യമങ്ങൾക്കുള്ള പുരസ്കാരങ്ങൾ വിതരണം ചെയ്തു. അച്ചടി മാധ്യമങ്ങൾക്കുള്ള പുരസ്കാരത്തിൽ ദേശാഭിമാനി ദിനപത്രം 1ാം സ്ഥാനവും ജനയുഗം 2ാം സ്ഥാനവും നേടി. സുപ്രഭാതം മാധ്യമം, കേരള കൗമുദി എന്നീ പത്രങ്ങൾ 3ാം സ്ഥാനം പങ്കിട്ടു. ദൃശ്യമാധ്യമ വിഭാഗത്തിൽ 1ാം സ്ഥാനം ACV ന്യൂസും 2ാം സ്ഥാനം 24 ന്യൂസും 3ാം സ്ഥാനം ടൈം ന്യൂസും കരസ്ഥമാക്കി. ശ്രവ്യമാധ്യമ വിഭാഗത്തിൽ ക്ലബ് FM 1ാം സ്ഥാനം നേടി. കുട്ടനാട് FM 90.0 ജൂറിയുടെ പ്രത്യേക പരാമർശത്തിന് അർഹത നേടി. കേരള വിഷൻ ടൈം ന്യൂസിന് വേണ്ടി ന്യൂസ് എഡിറ്റർ KT മധു, സബ് എഡിറ്റർ ശ്യാം കാങ്കുലി, ചീഫ് ക്യാമറമാൻ ഉന്മേഷ് കോട്ടയം, കോർഡിനേറ്റർ അഷ്റഫ് കല്ലറക്കൽ എന്നിവർ ചേർന്ന പുരസ്കാരങ്ങൾ ഏറ്റുവാങ്ങി. ദൃശ്യമാധ്യമ പുരസ്കാരങ്ങളിൽ 3ാം സ്ഥാനം കരസ്ഥമാക്കിയിരിക്കുന്നത് ടൈം ന്യൂസ് ആണ്. ടൈം ന്യൂസ് അധികൃതരെ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ് പുരസ്കാരം കരസ്ഥമാക്കുന്നത്. MLA-മാരായ സലാം, PP ചിത്തരഞ്ജൻ, ജില്ലാ കളക്ടർ അലക്സ് വർഗീസ്, നഗരസഭാ ചെയർപേഴ്സൺ KK ജയമ, ADM ആശാസി എബ്രഹാം തുടങ്ങിയവർ ചേർന്നാണ് പുരസ്കാരങ്ങൾ വിതരണം ചെയ്തത്. ടൈം ന്യൂസ്, ആലപ്പുഴ. എൻ്റെ കേരളം പ്രദർശന വിപണനമേളയുടെ സമാപന സമ്മേളനത്തോടനുബന്ധിച്ച് അതുൽ നർഗരയുടെ നേതൃത്വത്തിൽ നടന്ന സംഗീത വിരുന്ന് കാണികളിൽ ആവേശമുയർത്തി. പാലാപ്പള്ളി തിരുപ്പള്ളിപ്പുകളേറും രാത്തുളി നാളാണേ. പാലാപ്പള്ളി തിരുപ്പള്ളിപ്പുകളേറും രാത്തുളി നാളാണേ. നടൂടണല്ലോ, നടകിച്ചിട്ടണല്ലോ. ഓലച്ചുട്ടുമെരിയുന്നേ, നടന്നൊരു തരമറയുന്നേ. ഓരം ചേർന്ന് നടന്നോ പല വണ്ടി കുന്നു കയറുന്നേ. ഓലച്ചുട്ടുമെരിയുന്നേ, നടന്നൊരു തരമറയുന്നേ. എൻ്റെ കേരളം പ്രദർശന വിപണനമേളയിലെ സമാപന ദിനത്തിലായിരുന്നു ഇവരുടെ കലാവിരുന്ന്. പ്രേക്ഷകരുടെ മനം കവർന്നു. ബാൻഡിൻ്റെ പേര് പോലെ തന്നെ എല്ലാ പാട്ടുകളിലും സർവത്ര ഫോക്ക് മയം. നാടൻ പാട്ടുകളുടെ ഓളത്തിൽ മതിമറന്ന പ്രേക്ഷകരും. ഓരോ പാട്ട് അവസാനിക്കുമ്പോഴും അടുത്തതേതെന്ന് പ്രേക്ഷകരെ ചിന്തിപ്പിക്കുന്ന അടിപൊളി മ്യൂസിക്. പാട്ടുകളുടെ താളങ്ങളിൽ ചുവടുവെച്ച പ്രേക്ഷകരും. ഡാൻസ് അറിയാത്തവരെ കൊണ്ടും ഡാൻസ് ചെയ്യിക്കുന്ന തലത്തിലുള്ള വൈബ് പാട്ടുകളായിരുന്നു പ്രത്യേകത. ടൈം ന്യൂസ്, ആലപ്പുഴ. എൻ്റെ കേരളം വിപണനം പ്രദർശന മേളയിൽ മത്സ്യസമ്പത്ത്, സാധ്യതകൾ, പരിമിതികൾ, ഭീഷണികൾ എന്ന വിഷയത്തിൽ ഫിഷറീസ് വകുപ്പ് സെമിനാർ സംഘടിപ്പിച്ചു. ഒരു കാര്യം യാഥാർത്ഥ്യമാണ്. ഇന്നിപ്പോൾ 2 മേഖലയിലും, തീരത്തുമുണ്ട് കായലിലുമുണ്ട്, നമ്മുടെ മത്സ്യസമ്പത്ത് പലതും അന്യമായിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. ഇപ്പോൾ കടലിലെ കാര്യമാണെങ്കിൽ കുറേ മാസങ്ങളായിട്ട് ഒരേ നിലയിൽ നിന്ന മത്തിയാണ് ഉണ്ടായിരുന്നത്. ഇന്ന് ഞാൻ വലിയ മത്തി കണ്ടു. ഞാൻ അത്ഭുതത്തോട് നോക്കി. കാരണം ഇവരെ കണ്ടിട്ട് കുറേ കാലമായി. അപ്പോൾ തിരക്കിയപ്പോൾ കൊല്ലത്തുനിന്ന് വന്ന മത്തിയാണ്. നല്ല മത്തി ഇന്ന് വന്നിട്ടുണ്ട്. അപ്പോൾ മത്തി പൂർണ്ണമായി ഇല്ലാതായി എന്നൊരു പ്രചരണത്തിന് ശരിയല്ല. മത്തി ഉണ്ട് എന്നുള്ളത് കണ്ടപ്പോൾ ഒരു ആശ്വാസമായി. പക്ഷേ കുറേ കാലങ്ങൾ ഈ കൊച്ചു മത്തി തന്നെ എന്നുള്ള നിലയിലേക്ക് നിന്നു. കടലിലാണെങ്കിൽ വെള്ളം തിളച്ച് കിടക്കുകയാണ്. കടലിൽ പരമ്പരാഗതമായി ഉണ്ടായിരുന്ന ഒരു മത്സ്യവും ഇന്നില്ല എന്നുള്ള സ്ഥിതിയിലേക്ക് വരികയാണ്. മത്സ്യത്തൊഴിലാളി സമൂഹത്തിന് പ്രയോജനകരമാകുന്ന ബൃഹത് പദ്ധതി സർക്കാർ ഉടൻ നടപ്പാക്കുമെന്നും ഇതിനുള്ള നടപടികൾ ആരംഭിച്ചിട്ടുണ്ടെന്നും PP ചിത്തരഞ്ജൻ MLA പറഞ്ഞു. തീരസംരക്ഷണവും മത്സ്യസുരക്ഷയും എന്ന വിഷയത്തിൽ കൊച്ചിൻ യൂണിവേഴ്സിറ്റി സീനിയർ പ്രൊഫസർ ഡോക്ടർ M ഹരികൃഷ്ണൻ, കാലാവസ്ഥാ മാറ്റവും മത്സ്യമേഖലയും എന്ന വിഷയത്തിൽ സെൻറ് അലോഷ്യസ് കോളേജ് അക്വാകൾച്ചർ അസിസ്റ്റന്റ് പ്രൊഫസർ ഡോക്ടർ N സുജ എന്നിവർ ക്ലാസ് എടുത്തു. അന്തർദേശീയ കായൽ ഗവേഷണ കേന്ദ്രം ഡയറക്ടർ ഡോക്ടർ KG പത്മകുമാർ മോഡറേറ്ററായി.
ഫിഷറീസ് ഡെപ്യൂട്ടി ഡയറക്ടർ മിലി ഗോപിനാഥ് സംസാരിച്ചു. ടൈം ന്യൂസ് ആലപ്പുഴ. എന്റെ കേരളം പ്രദർശനം വിപണന മേളയോടനുബന്ധിച്ച് ദുരന്ത നിവാരണ വകുപ്പിന്റെ നേതൃത്വത്തിൽ സെമിനാർ സംഘടിപ്പിച്ചു. എന്റെ കേരളം പ്രദർശന വിപണന മേളയോടനുബന്ധിച്ച് ജില്ലാ ദുരന്ത നിവാരണ വകുപ്പിന്റെ നേതൃത്വത്തിൽ കാലാവസ്ഥാ വ്യതിയാനവും പ്രാദേശിക ഇടപെടലുകളും എന്ന വിഷയത്തിൽ സംഘടിപ്പിച്ച സെമിനാർ ജില്ലാ കളക്ടർ അലക്സ് വർഗീസ് ഉദ്ഘാടനം ചെയ്തു. കാലാവസ്ഥാ വ്യതിയാനത്തിന് ഏറ്റവും പ്രോണായിട്ടുള്ള ഒരു ഡിസ്ട്രിക്ട് US എന്നൊക്കെ പോലെ തന്നെ വളരെ പ്രസക്തമായ ഒരു കോണ്ടിനൽ പൊസിഷനാണ് നമ്മളെ സംബന്ധിച്ചിട്ടുള്ളത്. അപ്പോൾ നമുക്കറിയാവുന്ന പോലെ കഴിഞ്ഞ വർഷങ്ങളിലൊക്കെ നേരത്തെയൊക്കെ നമുക്കറിയാവുന്നത് ബേ ഓഫ് ബംഗാളിൽ നിന്നാണ് നമുക്ക് ഈ ലോ പ്രഷർ ഡെവലപ്മെൻറ്റും കാര്യങ്ങളും തന്മൂലം നമ്മുടെ മഴ അതിശക്തമായ രീതിയിൽ മഴയുണ്ടാകുന്ന സംവിധാനങ്ങളുണ്ടായിരുന്നു. എന്നാൽ 2021 കാലഘട്ടം നമുക്കറിയാം വളരെ വ്യത്യസ്തമായിട്ട് സംഭവിച്ചു. അറേബ്യൻ സീയിൽ ലോ പ്രഷർ ഉണ്ടായിട്ട് കേരളത്തിൻ്റെ തീരത്തേക്ക് പെട്ടെന്ന് സൈക്ലോൺ കൊടുങ്കാറ്റൊക്കെ ഉണ്ടാകുന്നൊരു അവസ്ഥ വന്നു. അപ്പോൾ നമ്മുടെ ഈ സംവിധാനങ്ങളൊക്കെ മാറിക്കൊണ്ട് ചില സ്ഥലങ്ങളിൽ നമ്മുടെ തണ്ണീർമുക്കം ബണ്ട് അടയ്ക്കുകയാണെങ്കിൽ ഈ കൊച്ചി കായൽ വഴിയും കയറി വരുന്ന വെള്ളം ഒഴുകിപ്പോകാൻ സ്ഥലമില്ലാത്തതുകൊണ്ട് ഈ തണ്ണീർമുക്കം ബണ്ടിൻ്റെ ഭാഗത്ത് 1.75 മീറ്റർ വരെ ഹൈറ്റ് ഉണ്ടാകുന്നു. ഒന്ന് നമ്മുടെ സീ ലെവൽ റൈസ് സ്പ്രിംഗ് ടൈഡ് നീപ് ടൈഡ് സമയങ്ങളിലൊക്കെ നമ്മൾ സ്പ്രിംഗ് ടൈഡ് സീ ലെവൽ റൈസ് 1.75 മീറ്റേഴ്സ് വരെയൊക്കെ ഇത് നമ്മുടെ വാട്ടർ ലെവൽ ഉയരുന്നതായിട്ട് മനസ്സിലാക്കുന്നു. തന്മൂലം നമുക്ക് വെള്ളം ഈ തണ്ണീർമുക്കം ഭാഗത്ത് എത്തിച്ചേരുന്ന വെള്ളം തിരിച്ചൊഴുകി പോകേണ്ടത് നമ്മളെ അന്ധകാരം വഴിയാണ്. ജില്ലാ ദുരന്ത നിവാരണ വിഭാഗം ഡെപ്യൂട്ടി കളക്ടർ സി പ്രേംജി മോഡറേറ്ററായി. അന്തർദേശീയ കായൽ ഗവേഷണ കേന്ദ്രം ഡയറക്ടർ ഡോക്ടർ KG പത്മകുമാർ, കില മാസ്റ്റർ റിസോഴ്സ് പേഴ്സൺ P ശശിധരൻ നായർ, സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റി കാലാവസ്ഥാ വിദഗ്ധൻ ഡോക്ടർ രാജീവൻ എരിക്കുളം, സംസ്ഥാന ദുരന്ത നിവാരണ വകുപ്പ് ജൂനിയർ സൂപ്രണ്ട് സുധീഷ് കുമാർ, ഹസാഡ് അനലിസ്റ്റ് C ചിന്തു തുടങ്ങിയവർ പങ്കെടുത്തു. ടൈം ന്യൂസ് ആലപ്പുഴ. ചേർത്തല കണ്ടമംഗലം ശ്രീ രാജരാജേശ്വരി ക്ഷേത്രത്തിൽ കാണിക്ക വഞ്ചി കുത്തി തുറന്ന് മോഷണം നടത്തിയ പ്രതികളെ ചേർത്തല പട്ടണക്കാട് പോലീസിന്റെ നേതൃത്വത്തിൽ ക്ഷേത്രത്തിലെത്തിച്ച തെളിവെടുപ്പ് നടത്തി. കടക്കരപ്പള്ളി കണ്ടമംഗലം രാജരാജേശ്വരി ക്ഷേത്രത്തിലെ കാണിക്ക വഞ്ചികൾ തകർത്ത് പണം മോഷ്ടിച്ചവർ 2 മണിക്കൂറിനുള്ളിൽ പട്ടണക്കാട് പോലീസിന്റെ പിടിയിലായി. അപഹരിച്ച പണം ഉൾപ്പെടെ പ്രതികളിൽ നിന്ന് കണ്ടെടുത്തു. വയലാർ സ്വദേശി 22 വയസ്സുള്ള സഞ്ജയ് ബാബു, പ്രായപൂർത്തിയാകാത്ത പുതിയകാവ് സ്വദേശി എന്നിവരാണ് പിടിയിലായത്. ഞായറാഴ്ച പുലർച്ചെ 2:30 ശേഷമാണ് മോഷണം നടന്നത്. ക്ഷേത്രത്തിന് മുന്നിൽ ആനപ്പന്തലിലെയും വടക്കേ നടയിലെയും കാണിക്ക വഞ്ചികൾ തകർത്താണ് പണം അപഹരിച്ചത്. കിഴക്കേ നടയിലെ കാണിക്ക വഞ്ചി തകർക്കാൻ ശ്രമിച്ചെങ്കിലും നടന്നില്ല. രാവിലെയാണ് കാണിക്ക വഞ്ചികൾ തകർത്തതായി ക്ഷേത്രം അധികൃതർ അറിഞ്ഞത്. CCTV ക്യാമറയിൽ പതിഞ്ഞ മോഷ്ടാക്കളുടെ ദൃശ്യങ്ങൾ സഹിതം രാവിലെ തന്നെ പട്ടണക്കാട് പോലീസിനെ ദേവസ്വം അധികൃതർ അറിയിച്ചിരുന്നു. വ്യക്തമല്ലാത്ത ദൃശ്യം ഉപയോഗപ്പെടുത്തി പോലീസ് നടത്തിയ സമഗ്രമായ അന്വേഷണത്തിലാണ് പ്രതികൾ വലയിലായത്. പ്രായപൂർത്തിയാകാത്ത പുതിയകാവ് സ്വദേശിയെ മണിക്കൂറുകൾക്കകം വീട്ടിൽ നിന്ന് പിടികൂടി. ഇയാളിൽ നിന്ന് ലഭിച്ച വിവരം അടിസ്ഥാനമാക്കിയുള്ള അന്വേഷണത്തിൽ പ്രധാന പ്രതി വയലാർ സ്വദേശി സഞ്ജയ് ബാബുവിനെ പിടികൂടി. തിങ്കളാഴ്ച പകൽ 3 മണിയോടെ സഞ്ജയ് ബാബുവിനെ ക്ഷേത്രത്തിലെത്തിച്ച് തെളിവെടുത്തു. പട്ടണക്കാട് സ്റ്റേഷൻ ഓഫീസർ KS ജയൻ്റെ നേതൃത്വത്തിൽ SI K സൈജു, അഡീഷണൽ SI K മധു എന്നിവർ ഉൾപ്പെട്ട സംഘമാണ് പ്രതികളെ പിടികൂടിയത്. ടൈം ന്യൂസ് ചേർത്തല. കായംകുളത്ത് തെരുവുനായയുടെ തല കാറിന്റെ ഫോഗ് ലാമ്പിനുള്ളിൽ കുടുങ്ങി. രക്ഷയ്ക്കായി അഗ്നിശമന സേനയെത്തി. തെരുവുനായയുടെ തല കാറിന്റെ ഫോഗ് ലാമ്പിൽ കുടുങ്ങി. രക്ഷകരായി അഗ്നിശമന സേനയെത്തി. കായംകുളം കൊക്കാടൻ പറമ്പിൽ ജസീമിന്റെ ഉടമസ്ഥതയിലുള്ള കാറിന്റെ ഫോഗ് ലാമ്പിലാണ് നായയുടെ തല കുടുങ്ങിയത്. വീട്ടുമുറ്റത്ത് കിടന്ന കാറിന്റെ ഫോഗ് ലാമ്പിൽ നായയുടെ തല കുടുങ്ങിക്കിടക്കുന്നത് രാവിലെയാണ് വീട്ടുകാരുടെ ശ്രദ്ധയിൽപ്പെടുന്നത്. തുടർന്ന് കായംകുളം ഫയർഫോഴ്സിനെ വിവരമറിയിക്കുകയും ഇവർത്തി കാറിന്റെ ഫോഗ് ലാമ്പ് പൊളിച്ച നായയെ രക്ഷപ്പെടുത്തുകയുമായിരുന്നു. അരമണിക്കൂറോളം നീണ്ട പരിശ്രമത്തിനൊടുവിലാണ് നായയുടെ തല പുറത്തെടുത്തത്. തുടർന്ന് നായ ഓടി രക്ഷപ്പെട്ടു. ടൈം ന്യൂസ് കായംകുളം. തീരദേശ റെയിൽപാതയിൽ എറണാകുളം മുതൽ തുറവൂർ വരെയുള്ള ഭാഗത്ത് 2ാം പാത നിർമ്മാണവുമായി ബന്ധപ്പെട്ട 10% പണികൾ പൂർത്തിയായി. തീരദേശ റെയിൽപാതയിൽ എറണാകുളം മുതൽ തുറവൂർ വരെയുള്ള ഭാഗത്ത് 2ാം പാത നിർമ്മാണത്തിന്റെ 10%-ഓളം പണികൾ പൂർത്തിയായി. അരൂർ കുമ്പളം പാലത്തിൽ 186 പൈലുകളാണ് ഉണ്ടാവുക. ഇതിൽ 30 എണ്ണം പൂർത്തിയായി. 3 തൂണുകളും പൂർത്തിയായിട്ടുണ്ട്. 6 പൈലുകൾക്ക് മുകളിലാണ് ഒരു തൂൺ നിർമ്മിക്കുന്നത്. 30 മീറ്റർ വീതം നീളമുള്ള 27 സ്പാനുകളാണ് പാലത്തിനായി നിർമ്മിക്കുക. ദേശീയ ജലപാതയ്ക്ക് കുറുകെയുള്ള ഭാഗത്ത് 60 മീറ്റർ നീളമുള്ള സ്പാനുകളാണ് നിർമ്മിക്കുന്നത്. ഇവിടെ 9 പൈലുകൾക്ക് മുകളിലാണ് തൂൺ നിർമ്മിക്കുന്നത്. നിർമ്മാണ പുരോഗതിയിൽ എറണാകുളം കുമ്പളം ഭാഗമാണ് മുന്നിൽ.
ഇവിടെ ഭൂമി ഏറ്റെടുക്കൽ നേരത്തെ പൂർത്തിയായതിനാൽ പണികൾ ആരംഭിച്ചിരുന്നു. കുമ്പളം തുറവൂർ ഭാഗത്തെ സ്ഥലത്തിൽ ഭൂരിഭാഗവും ഏറ്റെടുത്ത് നൽകിയിട്ടുണ്ട്. ഇതോടെ ഇവിടെ മണ്ണിട്ട് നിരപ്പാക്കലും ആരംഭിച്ചിട്ടുണ്ട്. ജില്ലയിൽ മഴ താരതമ്യേന കുറവാണെങ്കിലും മണ്ണെടുക്കുന്ന സ്ഥലങ്ങളിൽ മഴ പെയ്യുന്നത് മണ്ണ് ലഭ്യതയെ ബാധിക്കുന്നുണ്ട്. മഴയ്ക്ക് മുൻപേ പരമാവധി പണികൾ തീർക്കാനാണ് ശ്രമം. കനത്ത മഴയത്തൊഴികെ കോൺക്രീറ്റിംഗ് ജോലികൾ തടസ്സമില്ലാതെ നടന്നേക്കും. എറണാകുളം മുതൽ തുറവൂർ റെയിൽവേ സ്റ്റേഷന് സമീപത്ത് വരെ നിലവിലെ പാതയ്ക്ക് പടിഞ്ഞാറ് വശത്തായാണ് പുതിയ പാത നിർമ്മിക്കുന്നത്. തുറവൂർ സ്റ്റേഷനിൽ കിഴക്ക് ഭാഗത്തുകൂടിയാണ് പാത കടന്നു പോവുക. തുറവൂർ മുതൽ അമ്പലപ്പുഴ വരെയുള്ള ഭാഗത്ത് രണ്ടാം പാത നിർമ്മാണത്തിന് അനുമതിയായിട്ടില്ല. ടൈം ന്യൂസ്, ചേർത്തല. ചേർത്തല വിദ്യാഭ്യാസ ജില്ലാ ഓഫീസറെ നിയമിക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് KPSTA നേതൃത്വത്തിൽ DE ഓഫീസിലേക്ക് ധർണ സംഘടിപ്പിച്ചു. അധ്യയന വർഷം ആരംഭിക്കാനിരിക്കെ ചേർത്തല വിദ്യാഭ്യാസ ജില്ലാ ഓഫീസറെ ഇനിയും നിയമിച്ചിട്ടില്ല. എയ്ഡഡ് സ്കൂളുകളിലെ അധ്യാപകരുടെ നിയമന അംഗീകാരം, PF സാങ്ഷൻ തുടങ്ങി അനവധി ഫയലുകൾ ചേർത്തല ഓഫീസിൽ ആഴ്ചകളായി മുടങ്ങിക്കിടക്കുകയാണ്. KASകാർ പലപ്പോഴും വിദ്യാഭ്യാസ ജില്ലാ ഓഫീസർ പോലെയുള്ള തസ്തികകൾ ഏറ്റെടുക്കുവാൻ വിസമ്മതിക്കുന്ന സാഹചര്യത്തിൽ KASകാർക്കായി സംവരണം ചെയ്തിട്ടുള്ള ചേർത്തല വിദ്യാഭ്യാസ ജില്ലാ ഓഫീസർ തസ്തിക പ്രൊമോഷൻ ട്രാൻസ്ഫർ തസ്തികയാക്കി മാറ്റണമെന്ന ആവശ്യം ശക്തമാവുകയാണ്. വിദ്യാഭ്യാസ ജില്ലാ ഓഫീസിലെ മുഴുവൻ പ്രവർത്തനങ്ങളും അവതാളത്തിൽ ആയിരിക്കുന്ന സാഹചര്യവും നിലനിൽക്കുന്നു. ചുരുക്കത്തിൽ നാഥനില്ലാ കളരിയായി മാറിയിരിക്കുന്ന വിദ്യാഭ്യാസ ജില്ലാ ഓഫീസിനെ എത്രയും വേഗം പുതിയ ഓഫീസറെ നിയമിച്ച് അധ്യയന വർഷത്തെ അഭിമുഖീകരിക്കുവാൻ പ്രാപ്തമാക്കണമെന്ന് കേരള പ്രദേശ് സ്കൂൾ ടീച്ചേഴ്സ് അസോസിയേഷൻ ചേർത്തല വിദ്യാഭ്യാസ ജില്ലാ ഘടകം ആവശ്യപ്പെട്ടു. പ്രതിഷേധ ധർണ റവന്യൂ ജില്ലാ പ്രസിഡന്റ് KD അജിമോൻ ഉദ്ഘാടനം ചെയ്തു. KPSCക്ക് പറയാനുള്ളത്, ഒന്നെങ്കിൽ KASന് വേണ്ടി സംവരണം ചെയ്തിരിക്കുന്ന ഈ ചേർത്തല വിദ്യാഭ്യാസ ഓഫീസർ എന്ന് പറയുന്ന തസ്തിക ഈ സംവരണം മറ്റേതെങ്കിലും സ്ഥലങ്ങളിലേക്ക് മാറ്റിക്കൊടുക്കണം. സ്ഥിരമായിട്ട് KASകാരെ വെച്ചതുകൊണ്ട് മാത്രമാണ് ഇവിടെ ഇപ്പൊ 2 വർഷത്തിനുള്ളിൽ 4ഉം 5ഉം വിദ്യാഭ്യാസ ഓഫീസർമാരാണ് വന്നിട്ട് ട്രാൻസ്ഫർ വാങ്ങി പോകുന്നത്. നല്ല രീതിയിൽ നോക്കുന്നതിന് സാധിക്കാതെ വരികയാണ് ചെയ്യുന്നത്. KPSCയുടെ റവന്യൂ ജില്ലാ കമ്മിറ്റി മുൻകൈയെടുത്ത് DDയോട് സംസാരിച്ചപ്പോൾ എത്രയും വേഗം ഒരാഴ്ചയ്ക്ക് മുമ്പ് പറഞ്ഞ് ഈ സംഘടനയെ കബളിപ്പിക്കുകയാണ് ചെയ്തത്. നാളെ ഞങ്ങൾ ചാർജ് കൊടുക്കുമെന്ന്. ഇന്നേ വരെ ഈ നിമിഷം വരെയും ഇതുവരെയും ഉപ ഡയറക്ടർ ഓഫീസിൽ നിന്നോ അല്ലെങ്കിൽ DG ഓഫീസിൽ നിന്നോ പുതിയ വിദ്യാഭ്യാസ ഓഫീസറെ നിയമിച്ചതായിട്ട് ഒരു ഉത്തരവും ഇറങ്ങിയിട്ടില്ല. തീർച്ചയായിട്ടും ഇതൊരു സൂചനാ സമരം മാത്രമാണ് നമ്മളുടേത്. ഈ പ്രതിഷേധ ധർണ നമ്മൾ ഉപവാസം ഉൾപ്പെടെ സത്യാഗ്രഹം ഉൾപ്പെടെയുള്ള പരിപാടിയിലേക്ക് തീർച്ചയായിട്ടും KPSCA നീങ്ങും. സാംസ്കാരിക നിർവാഹക സമിതി അംഗം V ശ്രീഹരി യോഗത്തിന് അധ്യക്ഷത വഹിച്ചു. സംസ്ഥാന നിർവാഹക സമിതി അംഗം സോണി പവേലിൽ മുഖ്യപ്രഭാഷണം നടത്തി. റവന്യൂ ജില്ലാ സെക്രട്ടറി ER ഉദയകുമാർ, ഭാരവാഹികളായ ബാബു രാമചന്ദ്രൻ, സാജു തോമസ്, നീനു P ദേവ്, പ്രിൻസി, കുര്യാക്കോസ് ആന്റണി എന്നിവർ സംസാരിച്ചു. ഉപജില്ലാ പ്രസിഡന്റ് ഗിരീഷ് കമ്മത്ത് യോഗത്തിന് സ്വാഗതം ആശംസിച്ചു. സംസ്ഥാന സമിതി അംഗം KS വിവേക് നന്ദി രേഖപ്പെടുത്തി. ടൈം ന്യൂസ്, ചേർത്തല. തെരുവുനായ ആക്രമണത്തിന് ശാശ്വതമായ പരിഹാരം കാണണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് റെസിഡൻസ് വെൽഫെയർ അസോസിയേഷന്റെ നേതൃത്വത്തിൽ 1 മാസക്കാലം നീണ്ടു നിൽക്കുന്ന സമരപരിപാടികൾ ആരംഭിക്കുന്നതായി റെസിഡൻസ് വെൽഫെയർ അസോസിയേഷൻ ജില്ലാ കമ്മിറ്റി ഭാരവാഹികൾ ആലപ്പുഴയിൽ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. ചീഫ് സെക്രട്ടറി മുതൽ DGP വരെയുള്ള ആളുകൾക്ക് സർക്കുലർ അയച്ചിട്ടുണ്ട്. ആ സർക്കുലറിൽ പ്രതിപാദിക്കുന്നത് വളരെ അടിയന്തരമായി തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലും അതുപോലെ ഇത്തരം മൃഗങ്ങളെ സംരക്ഷിക്കുന്നതിന് വേണ്ടിയുള്ള ഓർഗനൈസേഷനുമൊക്കെ തെരുവിൽ ഉപേക്ഷിക്കപ്പെടുന്ന, തെരുവിൽ അകപ്പെട്ടിരിക്കുന്ന ഇത്തരം ജീവികളെ അവരെ പുനരധിവസിപ്പിക്കാനുള്ള ഉത്തരവാദിത്തം ഏറ്റെടുത്ത് അതിൻ്റെ കാര്യങ്ങൾ ചെയ്യണമെന്നാണ്. ഇപ്പോൾ നമ്മൾ സാധാരണ പറയാറുണ്ട്, കഞ്ഞിപ്പുര, ഗോശാല ഇതുപോലുള്ള സ്ഥാപനങ്ങളുണ്ടാക്കി അവയെ അവിടെ വളർത്തുകയും അതുപോലെ തന്നെ പ്രത്യുത്പാദനം കുറയ്ക്കുന്നതിന് വേണ്ടിയുള്ള സ്റ്റെറിലൈസേഷൻ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ചെയ്യുകയും അവർക്കാവശ്യമായ സുഭിക്ഷമായ സാഹചര്യങ്ങൾ ഉണ്ടാക്കുകയും ഒക്കെ ചെയ്യണമെന്ന് ആവശ്യപ്പെട്ടിട്ട് ഈ കേരളത്തിൽ അത്തരമൊരു കാര്യത്തിന് നമ്മുടെ ഉത്തരവാദിത്തപ്പെട്ട സ്ഥാപനങ്ങൾ മുന്നോട്ട് വന്നിട്ടില്ല എന്നതാണ് ദയനീയമായ സാഹചര്യം. ഇപ്പം അല്ലെങ്കിൽ അതിൻ്റെ വേദി എന്ന നിലയിൽ റെസിഡൻറ്റ് അസോസിയേഷനുകൾക്ക് അതിൻ്റെ ഉത്തരവാദിത്തമുണ്ട്. ആ ഉത്തരവാദിത്തം ഏറ്റെടുത്തുകൊണ്ട് ചില പരിപാടികളുമായിട്ട് ഞങ്ങൾ മുന്നോട്ട് പോവുകയാണ്. അതിന് നിങ്ങളുടെയൊക്കെ ഈ അറിയിപ്പുകൾ നമ്മുടെ സമൂഹത്തിലേക്ക് വേണ്ട തലത്തിലേക്ക് ചെല്ലേണ്ടതാണ് ഇപ്പോൾ അത്യാവശ്യം. ആദ്യമായിട്ട് തന്നെ ഞങ്ങൾ ബഹുമാനപ്പെട്ട മന്ത്രി ഉൾപ്പെടെയുള്ളവർക്ക് കൊടുക്കാൻ വേണ്ടിയുള്ള ഭീമ ഹർജികൾ ഓരോ പ്രദേശത്ത് നിന്നുള്ള ഹർജികൾ സമാഹരിച്ച് ആ ഭീമ ഹർജി മിനിസ്റ്റർക്ക് കൊടുക്കുവാനുള്ള ഒരു പരിപാടിയാണ്. അവിടെയൊക്കെ പരിഹാരമാകുന്നില്ല എങ്കിൽ നമ്മുടെ നാട്ടിൽ സാധാരണ ചെയ്യാറുള്ള മറ്റ് സമരപരിപാടികളുമായിട്ടൊക്കെ മുന്നോട്ട് പോകേണ്ടതായിട്ട് വരും. ജില്ലയിൽ തെരുവ് നായ്ക്കളുടെ ആക്രമണം അനുദിനം വർദ്ധിക്കുകയാണ്. പേവിഷബാധയേറ്റ അതിദാരുണമായ മരണങ്ങളും കൂടി വരുന്നു. ആലപ്പുഴ ജില്ലയിൽ ഇതിനോടകം നിരവധി മരണങ്ങൾ സംഭവിച്ചു. മാലിന്യ നിർമ്മാർജ്ജന പദ്ധതി നടപ്പിലാക്കിയപ്പോൾ ഭക്ഷണം കിട്ടാതെ തെരുവ് നായ്ക്കൾ കാണുന്നവരെയെല്ലാം ആക്രമിക്കുകയാണ്. സർക്കാർ മാർഗനിർദ്ദേശങ്ങൾ കൊടുക്കുന്നുണ്ടെങ്കിലും അത് വേണ്ട വിധത്തിൽ നടപ്പാക്കുവാൻ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ തയ്യാറാകുന്നില്ല.
എല്ലാ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലും ABC ഷെൽട്ടറുകൾ സ്ഥാപിക്കണമെന്നും കൃത്യമായ വന്ധീകരണം നടത്തണമെന്നും സുപ്രീം കോടതിയുടേത് ഉൾപ്പെടെയുള്ള നിർദ്ദേശങ്ങൾ പോലും ഒരു തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളും നടപ്പിലാക്കുന്നില്ല. ഇത് കണ്ടില്ലെന്ന് നടിച്ചിരിക്കുവാൻ റെസിഡൻസ് അസോസിയേഷന് കഴിയില്ല. പ്രത്യക്ഷ സമരപരിപാടികളുമായി മുന്നോട്ടിറങ്ങുകയാണെന്നും ആലപ്പുഴ ജില്ലയിലെ 500ഓളം റെസിഡൻസ് അസോസിയേഷനുകളെ കൂട്ടിയോജിപ്പിച്ചുകൊണ്ടുള്ള സമരപരിപാടിക്കാണ് റെസിഡൻസ് വെൽഫെയർ അസോസിയേഷൻ രൂപം കൊടുക്കുന്നത്. ആദ്യപടിയായി മെയ് 15 മുതൽ ജൂൺ 15 വരെയുള്ള ഒരു മാസക്കാലം നീണ്ടു നിൽക്കുന്ന തെരുവുനായ ആക്രമണത്തിന് ശാശ്വത പരിഹാരം കാണുക, ഓരോ ജീവനും വിലപ്പെട്ടത് എന്ന ക്യാമ്പയിന് തുടക്കം കുറിക്കുമെന്നും ജില്ലയിലെ സ്വയംഭരണ സ്ഥാപനങ്ങൾക്ക് മുൻപിലും പ്രകടനവും ധർണയും നടത്തുവാൻ ഒരുങ്ങുകയാണെന്നും റെസിഡൻസ് വെൽഫെയർ അസോസിയേഷൻ സംസ്ഥാന കമ്മിറ്റി അംഗം കമാൽ മാക്കിയിൽ, ആലപ്പുഴ ജില്ലാ പ്രസിഡന്റ് മുജീബ് റഹ്മാൻ, ജില്ലാ ജനറൽ സെക്രട്ടറി BR ഭദ്രൻ, ജില്ലാ ട്രഷറർ ബിജു സാരംഗി, ഓർഗനൈസിംഗ് സെക്രട്ടറി റിയാസ് പുലരിയിൽ, വൈസ് പ്രസിഡന്റ് KN അനിരുദ്ധൻ, സെക്രട്ടറിമാരായ അർഷാദ് അരൂർ, G അനിൽകുമാർ എന്നിവർ ആലപ്പുഴയിൽ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. ടൈം ന്യൂസ്, ആലപ്പുഴ. മഴക്കാലപൂർവ്വ രോഗപ്രതിരോധ പ്രവർത്തനങ്ങളുടെ ഭാഗമായി അമ്പലപ്പുഴ ബ്ലോക്ക് പഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ നല്ല നാട് നല്ല വീട് ക്യാമ്പയിൻ സംഘടിപ്പിച്ചു. സലാം MLA ഉദ്ഘാടനം ചെയ്തു. മഴക്കാലപൂർവ്വ രോഗപ്രതിരോധ പ്രവർത്തനങ്ങളുടെ ഭാഗമായി അമ്പലപ്പുഴ ബ്ലോക്ക് പഞ്ചായത്ത് നല്ല വീട് നല്ല നാട് ക്യാമ്പയിൻ സംഘടിപ്പിച്ചു. അമ്പലപ്പുഴ വടക്ക് പഞ്ചായത്ത് ഹാളിൽ നടത്തിയ ക്യാമ്പയിൻ സലാം MLA ഉദ്ഘാടനം ചെയ്തു. വാർഡ് തല ജാഗ്രതാ സമിതി പുനഃസംഘടിപ്പിക്കുക, മഴക്കാലപൂർവ്വ വാഹന പ്രചരണം, വാർഡ് ശുചീകരണം, സ്പ്രേയിംഗ്, ജീവജലയാത്ര, ക്ലോറിനേഷൻ, ലഘുലേഖ വിതരണം, കൊതുക് നിവാരണത്തിനായി ഗപ്പി മത്സ്യങ്ങളെ വളർത്തൽ, മുൻവർഷങ്ങളിലെ രോഗബാധിത കേന്ദ്രങ്ങളിൽ അവലോകന സന്ദർശനം, പരിസര മാലിന്യം തടയൽ പ്രവർത്തനങ്ങൾ ഇതിന്റെ ഭാഗമായി സംഘടിപ്പിക്കും. പഞ്ചായത്ത് പ്രസിഡന്റ് S ഹാരിസ് അധ്യക്ഷനായി. പുന്നപ്ര വടക്ക്, അമ്പലപ്പുഴ തെക്ക് പഞ്ചായത്ത് പ്രസിഡന്റുമാരായ സജിത സതീശൻ, ശോഭാബാലൻ, ബ്ലോക്ക് പഞ്ചായത്ത് അംഗങ്ങളായ സതി രമേശ്, VR അശോകൻ, പഞ്ചായത്ത് അംഗങ്ങളായ പ്രജിത് കാരിക്കൽ, കുഞ്ഞുമോൾ സജീവ്, ലേഖമോൾ സരിൽ, റസിയ BV, K മനോജ് കുമാർ, അമ്പലപ്പുഴ വടക്ക് മെഡിക്കൽ ഓഫീസർ ഡോക്ടർ ജോൺ ബ്രിട്ടോ, പുറക്കാട് കുടുംബാരോഗ്യ കേന്ദ്ര മെഡിക്കൽ ഓഫീസർ ഡോക്ടർ ഷിബു സുകുമാരൻ, ഹെൽത്ത് സൂപ്പർവൈസർ J ഷിജിമോൻ എന്നിവർ സംസാരിച്ചു. മഴക്കാല രോഗങ്ങളെക്കുറിച്ചും പ്രതിരോധ മാർഗങ്ങളെക്കുറിച്ചും TD മെഡിക്കൽ കോളേജ് കമ്മ്യൂണിറ്റി മെഡിസിൻ അസിസ്റ്റന്റ് പ്രൊഫസർ ഡോക്ടർ VS വിശ്വകല ക്ലാസ് എടുത്തു. അപ്പൊ നമ്മൾ ഓർക്കേണ്ടുന്ന ഒരു കാര്യമുണ്ട്, നമ്മൾ ഉപയോഗിക്കുന്ന കമ്പ്യൂട്ടർ, അതുപോലെ കയ്യുറകള്, അതുപോലെ കഴിയുന്നതും നമ്മുടെ മുറിവുകളൊക്കെ ഉണ്ടെങ്കിലും നമ്മൾ ഒരിക്കലും അങ്ങനെ മുറിവുള്ള കൈ വെച്ചിട്ട് വെറുതെ പോയി മണ്ണ്, നമുക്ക് എല്ലാവർക്കും ഉള്ളൊരു സ്വഭാവമാണ് നമ്മൾ മണ്ണിൽ എന്തെങ്കിലും കുഴിച്ചിടുമ്പോൾ, അപ്പം അങ്ങനെയുള്ള സമയത്തൊക്കെ കയ്യിലെ മുറിവുള്ളപ്പോൾ നമ്മൾ മലിനജലവുമായിട്ടും മണ്ണുമായിട്ടുമുള്ള സമ്പർക്കം ഒഴിവാക്കുക. അപ്പൊ ഇവിടെ ആരാണ് റിസ്ക് എന്ന് പറഞ്ഞാൽ ഞാൻ ഉൾപ്പെടെ നമുക്ക് എല്ലാവർക്കും എലിപ്പനിക്കുള്ള റിസ്ക് ഉണ്ട്. കാരണം മഴ പെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ റോഡിലൊക്കെ തന്നെ നമ്മൾ വെള്ളത്തിൽ ചേർത്ത് നമുക്ക് പോകേണ്ടി വരും. മുറ്റത്ത് ഇറങ്ങുമ്പോൾ പോലും വെള്ളമായിരിക്കും പലപ്പോഴും നമ്മുടെ, ആണോ അല്ലേ? മുറ്റത്തൊക്കെ വെള്ളം വരത്തില്ലേ നമുക്ക് ഇവിടെ ഒരു മഴ പെയ്ത് കഴിഞ്ഞാൽ? അപ്പൊ നമ്മുടെ കാലിൽ നമുക്ക് പലപ്പോഴും അറിയാം, നമ്മുടെ കാലിന്റെ പ്രത്യേകിച്ച് നമ്മുടെ വിരലുകൾക്കിടയിൽ വളരെ നേർമയായിട്ട് നമ്മുടെ നേർമയായിട്ടുള്ള സ്കിൻ ആയിരിക്കും. അപ്പൊ അതുവഴി അവിടെ ചെറിയ വളങ്കടി കാണും, ചെറിയ മുറിവുകൾ കാണും, ചെറിയ ഫംഗൽ ഇൻഫെക്ഷൻസ് കാണും. UHTCAMO ഡോക്ടർ അരുൺ സ്വാഗതം പറഞ്ഞു. ടൈം ന്യൂസ്, ആലപ്പുഴ. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. സംസ്ഥാന സർക്കാരിന്റെ 4ാം വാർഷികം ആലപ്പുഴയിൽ സംഘടിപ്പിച്ച എന്റെ കേരളം പ്രദർശന വിപണന മേള സമാപിച്ചു. സമാപന സമ്മേളനം PP ചിത്തരഞ്ജൻ MLA ഉദ്ഘാടനം ചെയ്തു. പിണറായി സർക്കാർ 9 വർഷ കാലയളവിൽ കേരളത്തിലുണ്ടാക്കിയ അതിശയിപ്പിക്കുന്ന മാറ്റങ്ങൾ മേളയിലൂടെ പ്രതിഫലിച്ചെന്ന ചിത്തരഞ്ജൻ MLA. സംസ്ഥാന സർക്കാരിന്റെ 4ാം വാർഷികാഘോഷത്തിന്റെ ഭാഗമായി ആലപ്പുഴ ബീച്ചിൽ സംഘടിപ്പിച്ച എന്റെ കേരളം പ്രദർശന വിപണന മേളയിൽ മികച്ച കവറേജിന് മാധ്യമങ്ങൾക്കുള്ള പുരസ്കാരം വിതരണം ചെയ്തു. ദൃശ്യമാധ്യമ വിഭാഗത്തിൽ കേരള വിഷൻ ടൈം ന്യൂസിന് 3ാം സ്ഥാനം. എന്റെ കേരളം പ്രദർശന വിപണന മേളയിൽ മത്സ്യസമ്പത്ത്, പരിമിതികൾ, ഭീഷണികൾ, സാധ്യതകൾ എന്ന വിഷയത്തിൽ ഫിഷറീസ് വകുപ്പ് സെമിനാർ സംഘടിപ്പിച്ചു. ചേർത്തല കണ്ടമംഗലം രാജരാജേശ്വരി ക്ഷേത്രത്തിലെ കാണിക്ക വഞ്ചികൾ തകർത്ത് പണം മോഷ്ടിച്ച പ്രതികളെ പട്ടണക്കാട് പോലീസ് ക്ഷേത്രത്തിലെത്തിച്ച് തെളിവെടുപ്പ് നടത്തി. ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.